കൊട്ടാരക്കര പാസ്റ്റർ പ്രയറിന് വന്നപ്പം പാസ്റ്റർ പറഞ്ഞ് കുടുംബത്തിന് മേലെ ലോക്ക് കർത്താവ് മാറ്റുമെന്ന് പറഞ്ഞ് അന്ന് മുതൽ മരുമകൻ വെളിയിൽ കൊണ്ടുപോകാനുള്ള പ്രോസസ്സിൻ്റെ പണി ശ്രമിച്ചു. എന്നാൽ ഫെബ്രുവരി മാസം വീണ്ടും ഞങ്ങൾ ഫാസ്റ്റിങ്ങിന് അവിടെ വന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞ് അടുത്ത മാസം നീ കുവൈറ്റിൽ പോയിരിക്കുമെന്ന് പറഞ്ഞ്, എന്നിട്ട് അവിടെ വീഡിയോ കാലത്ത് പറഞ്ഞ് മോളുടെ ഫോട്ടോ വീഡിയോ ഒന്ന് കണ്ടോളണം, അടുത്ത് സാക്ഷ്യം പറയാനുള്ളതാണ്. മീഡിയയിലുള്ള എൻ്റെ സഹോദരന്മാരോട് ഞാൻ പറഞ്ഞു, ഈ കൊച്ചിൻ്റെ വീഡിയോ എടുത്തു വെച്ചേക്കണം, കുവൈറ്റിൽ പോകുമെന്ന് പറഞ്ഞു. നിനക്ക് വിസ അടിച്ച വിവരം പറയാൻ നീ ഇവിടെ വരും. നീ ഇപ്പൊ യാത്ര പറയാൻ വരും ഇവിടെ. മാർച്ച് മാസം 9-ാം തീയതി 3:30 ഫ്ലൈറ്റിൽ സൺഡേ മോൾ പോയി കഴിഞ്ഞു. പ്രിയ ബ്രദറിന്റെ 2 ചെവിക്കും വേദനയായിരുന്നു, പെയിൻ ആയിരുന്നു, നല്ല പെയിൻ ആയിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി മാറി. അതിനേക്കാൾ വലിയൊരു സാക്ഷ്യമുണ്ട്. കൊട്ടാരക്കര വെച്ച് പ്രിയ അച്ഛൻ്റെ മോക്ക് വേണ്ടി അച്ഛൻ പാസ്റ്റർ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാർച്ച് മാസം മകൾ കുവൈറ്റിൽ പോകുമെന്ന് പറഞ്ഞു. മോൾ ഇപ്പോൾ ഓൾറെഡി ഇൻ കുവൈറ്റിലാണ്. നിങ്ങളെ മോളിങ്ങനെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നോ? 2020 മാർച്ചിൽ മാരേജ് കഴിഞ്ഞ മുതൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. 2020 മുതൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ജനുവരി മാസത്തെ കൊട്ടാരക്കര പാസ്റ്റർ പ്രയറിന് വന്നപ്പം പാസ്റ്റർ പറഞ്ഞ് കുടുംബത്തിന് മേലെ ലോക്ക് കർത്താവ് മാറ്റുമെന്ന് പറഞ്ഞ് അന്ന് മുതൽ മരുമകൻ വെളിയിൽ കൊണ്ടുപോകാനുള്ള പ്രോസസ്സിൻ്റെ പണി ശ്രമിച്ചു. എന്നാൽ ഫെബ്രുവരി മാസം വീണ്ടും ഞങ്ങൾ ഫാസ്റ്റിങ്ങിന് അവിടെ വന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞ് അടുത്ത മാസം നീ കുവൈറ്റിൽ പോയിരിക്കുമെന്ന് പറഞ്ഞ്, എന്നിട്ട് അവിടെ വീഡിയോ കാലത്ത് പറഞ്ഞ് മോളുടെ ഫോട്ടോ വീഡിയോ ഒന്ന് കണ്ടോളണം, അടുത്ത് സാക്ഷ്യം പറയാനുള്ളതാണ്. മീഡിയയിലുള്ള എൻ്റെ സഹോദരന്മാരോട് ഞാൻ പറഞ്ഞു, ഈ കൊച്ചിൻ്റെ വീഡിയോ എടുത്തു വെച്ചേക്കണം, കുവൈറ്റിൽ പോകുമെന്ന് പറഞ്ഞു. കർത്താവേ, ഈ അങ്കിളിനായി, ഈ ആന്റിക്കായി, ഈ മോനായി, ഈ മോക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഒരു സ്പെഷ്യൽ വിസിറ്റേഷൻ ഈ വീടിന്റെ മേലിൽ നിന്നുണ്ടാകണം. മോളാണോ? നിനക്ക് വിസ അടിച്ച വിവരം പറയാൻ നീ ഇവിടെ വരും. നീ ഇപ്പൊ യാത്ര പറയാൻ വരും ഇവിടെ. മാർച്ച് മാസം 9-ാം തീയതി 3:30 ഫ്ലൈറ്റിൽ സൺഡേ മോൾ പോയി കഴിഞ്ഞു. വാ തുറന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യും. ഉറക്കെ പറഞ്ഞ് ദൈവം ഭോഷ്ക് പറയുന്നവനല്ല. Thank you, Jesus. God bless you, uncle. Congratulations.